ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ 5K സബ്സ്ക്രൈബേഴ്സ് അടിച്ച ദിവസമാണ്. 5000 സബ്സ്ക്രൈബേഴ്സ്. ഒരു 1K പോലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. എനിക്ക് അതിൽ നിന്ന് 5K എനിക്ക് കിട്ടിയത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇത്ര നാൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. എല്ലാവർക്കും ഞാൻ എന്തായാലും നന്ദി അറിയിച്ചു കൊള്ളുന്നു. പിന്നെ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് 5K സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിൽ അടിക്കുമ്പോൾ ഞാൻ ഒരു Q&A വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യുമെന്ന്. നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ട് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇന്ന് ആൻസർ കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ ചോദിച്ചേക്കുന്ന വോളി മല്ലു എന്ന് പറയുന്ന ഒരാളാണ്. റിയൽ നെയിം എന്താണ്? എന്റെ റിയൽ നെയിം എന്ന് വെച്ചാൽ അശ്വിൻ. പേര് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യോ, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ കമന്റ് ചെയ്തു. അടുത്ത ആളെ ചോദിച്ചേക്കുന്നത് തന്മയ്. ഞാനത് ആ യൂസറിന്റെ നെയിം കേട്ടോ വായിക്കുന്നത്. ചേട്ടനെ പറ്റി തന്നെ തോന്നിയ 2 നെഗറ്റീവ് ആൻഡ് 2 പോസിറ്റീവ് കാര്യങ്ങൾ പറയാമോ? എന്നെ കുറിച്ച് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടെന്ന് വെച്ചാൽ 2 അല്ല, അതിൽ കൂടുതലുണ്ട്. ഇപ്പൊ ഞാൻ എന്തല്ലോ നിങ്ങളുടെ ഞാൻ പറയുന്നത്. ഒന്നാമത്തെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം എന്തോന്ന് വെച്ചാൽ ഞാനാണെങ്കിൽ ഇന്നും ഒരു കാര്യം ഞാൻ തീരുമാനിക്കുന്നത് അത് ചെയ്യണം ഇത് ചെയ്യണമെന്ന്. പക്ഷെ ഞാൻ ഇന്ന് ചെയ്യത്തില്ല. 1, 2, 3 ദിവസം കഴിഞ്ഞാൽ ഞാൻ ചെയ്യത്തുള്ളൂ. പിന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് ഞാനങ്ങ് ഇരിക്കും. ഞാൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യണമെന്ന് ഞാൻ തന്നെ പ്ലാൻ ചെയ്യും. പക്ഷെ കുറച്ച് കഴിഞ്ഞ് ഞാൻ അതങ്ങ് മറന്നുപോകും. പിന്നെ 2 പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നെ പറ്റി എനിക്ക് തന്നെ തോന്നിയ കാര്യം, എനിക്ക് ഈ കുശുമ്പ് അസൂയ അതുപോലത്തെ സാധനങ്ങളൊന്നും എനിക്കില്ല. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചെങ്കിൽ ദൃശ്യാകിൽ യുവർ ഡ്രീം എന്നൊക്കെ ചോദിക്കുവാണെങ്കിൽ എനിക്ക് വലിയൊരു യൂട്യൂബർ ആവണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഇങ്ങനെയൊക്കെ പോകണം, ഇതൊക്കെ ഉള്ളു. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ചിന്നു വാട്സ്. ചേട്ടന് ഗേൾഫ്രണ്ട് ഉണ്ട്? ഗേൾഫ്രണ്ട് ഒന്നും എനിക്കില്ല. പറയാം, കളിയാക്കൊന്നും വേണ്ട, വന്നോളൂ, സമയമാകുമ്പോ വന്നോളൂ. ചോദിക്കുന്നത് ഡ്രീം ജോബ് എന്ന് വെച്ചാൽ എനിക്ക് പഠിച്ച നല്ലൊരു ജോലി മേടിക്കണം, അല്ലെ കമ്പ്യൂട്ടറുമായിട്ട് വല്ല ബന്ധപ്പെട്ട വല്ലതും ഇത് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റത്തുള്ളൂ. ചോദിക്കുന്നത് സന്തോഷ്. യൂട്യൂബ് എന്ന ഫീൽഡിലോട്ട് വരാനുള്ള കാരണം, യൂട്യൂബ് എന്ന ഫീൽഡിലോട്ട് വരാൻ മെയിനായിട്ട് കാരണം വെച്ചാൽ പണ്ട് ഇതുപോലെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ കൊച്ചു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുമായിരുന്നു. ആ ഒരു സമയത്ത് ഞാനും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ചുമ്മാ വരുന്ന വീഡിയോ ഒക്കെ ഇടുമായിരുന്നു. ചുമ്മാ ഫോണിൽ കിടക്കുന്ന വീഡിയോ എന്ത് വെച്ചാൽ അതൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യുമായിരുന്നു. പിന്നീട് കുറച്ചാൾ കഴിഞ്ഞാണ് ഞാൻ ഇതുപോലത്തെ റിയാക്ഷൻ വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങിയത് തന്നെ. ഞാൻ വീഡിയോ ഇട്ടൊക്കെ പോയി, അത്രേ ഉള്ളൂ. ഹൂ ഈസ് യുവർ ഇൻസ്പിറേഷൻ? എന്റെ ഇൻസ്പിറേഷൻ എന്ന് വെച്ചാൽ സോളോവൈനർ അദ്വൈത. ചേട്ടന്റെ മൈൻഡിൽ എന്താണ് ഹോപ്പ്, വാട്ട് ഈസ് ഹാപ്പിനെസ്, വാട്ട് ഈസ് സാഡ്നെസ്? നമ്മുടെ മനുഷ്യന്മാരുടെ കാര്യം പറയുവാണെങ്കിൽ ആരും ഒന്നും തികഞ്ഞവരൊന്നുമല്ല. അവരുടെ ജീവിതത്തിൽ ഹാപ്പിനെസ് വരും, അവരുടെ ജീവിതത്തിൽ സാഡ്നെസ് വരും. അത് ഒരുപാട് പ്രതീക്ഷകളൊക്കെ കാര്യങ്ങളൊക്കെ വരും. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി എന്ന് വെച്ചാൽ അതിലൊരു ഹോപ്പ് കാണും അവർക്ക്. അപ്പൊ അതിൽ കൂടെ അവർക്ക് ഹാപ്പിനെസ് കണ്ടെത്താം, അതിൽ കൂടെ അവർക്ക് സാഡ്നെസ് കണ്ടെത്താം. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ മുന്നോട്ട് നമ്മൾ സഞ്ചരിച്ച് പോകുമ്പോൾ അതിൽ നമുക്ക് കുറെ ഹോപ്പ്, കുറെ ഹാപ്പിനെസ്, കുറെ സാഡ്നെസ്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാം. ചേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ട റിയാക്ഷൻ യൂട്യൂബർ ഇൻ മലയാളം? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാളം യൂട്യൂബർ എന്ന് വെച്ചാൽ സോളോവൈനറാണ്. യുവർ ഫ്യൂച്ചർ പ്ലാൻ? എനിക്ക് യൂട്യൂബ് ഇതുപോലെ തന്നെ കൊണ്ടുപോകണം. പിന്നെ പറയണേ പഠിച്ച് നല്ലൊരു ജോലി മേടിക്കണം, നല്ലൊരു ജീവിക്കണം. ഇതൊക്കെ എന്റെ ഫ്യൂച്ചർ പ്ലാൻ. അടുത്ത നമ്മൾ നിഷോണ്ണം വന്ന് ചോദിച്ചേക്കുന്നത് +2 റിസൾട്ട് കാണിക്കും വച്ച. +2 റിസൾട്ട് എന്നാണ് ഞാൻ നിങ്ങളെ സ്ക്രീനിൽ കാണിച്ചു തരാം. ഞാൻ ജയിച്ചു എങ്ങനെയാന്ന് പോലും എനിക്ക് അറിയത്തില്ല സത്യമായിട്ടും. സെമസ്റ്റർ എക്സാം ഒക്കെ ഭയങ്കര പാടായിരുന്നു. എങ്ങനെയൊക്കെ പാസ്സായി. ചേട്ടന്റെ ഫാമിലി, അച്ഛൻ, അമ്മ, അനിയൻ, അമ്മൂമ്മ, പിന്നെ ഞാൻ. ഈ സോളോവൈനറിനെ കണ്ടിട്ടുണ്ടോ? ഞാൻ പഠിച്ച സ്കൂളിലാണ് പുള്ളിക്കാരൻ സത്യം പറഞ്ഞാൽ പഠിച്ചത്. ഞാൻ 10ലായ സമയത്ത് പുള്ളിക്കാരൻ +2 ഇല്ല. ആ സമയത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. വാട്ട് ആർ ദ അച്ചീവ്മെന്റ് യു ഗോട്ട്? എനിക്ക് കിട്ടിയ അച്ചീവ്മെന്റ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഞാനാണെങ്കിൽ കഴിഞ്ഞ വർഷം +1 പഠിച്ച സമയത്ത് സ്കൂളിൽ വെച്ച് കലോത്സവത്തിനുണ്ടായിരുന്നു. എനിക്ക് പിയാനോ നല്ലതായിട്ട് വായിക്കാൻ അറിയാവുന്നത് തന്നെ സ്കൂളിൽ നിന്ന് എന്തായാലും പരിപാടിക്കൊക്കെ പോയത്, ഇതുപോലെ കലോത്സവത്തിനൊക്കെ പോയത്. എനിക്ക് എന്തായാലും ഫസ്റ്റ് A ഗ്രേഡ് കിട്ടിയായിരുന്നു ഡിസ്ട്രിക്ട് ലെവലിൽ. അപ്പൊ അതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ എന്റെ വീട്ടിൽ ഇരിപ്പുണ്ട്. അതൊക്കെയാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്നൊക്കെ പറഞ്ഞത്. അത് വെച്ചിരിക്കുന്ന പ്ലേസ് എവിടെ? എന്റെ പ്ലേസ് വരെ നിങ്ങൾക്ക് അറിയണോ? അപ്പൊ ഞാൻ പറഞ്ഞേക്കാം, എന്റെ പ്ലേസ് എന്ന് വെച്ചാൽ ആലപ്പുഴ ഹരിപ്പാടാണ്. നിങ്ങൾ ഹരിപ്പാട് വന്നിട്ട് മുട്ടത്ത് ചൂണ്ടുവല ജംഗ്ഷനിൽ വരണം. അവിടെ വന്നിട്ട് ആരോടും ചോദിച്ചാൽ മതി. ഇതുപോലെ തലതെറിച്ച് ചേർക്കാൻ വേറെ ഇല്ലെന്ന് പറയും. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ബ്രോയുടെ ഏജ് എത്രയാണ്? എന്റെ ഏജ് എന്ന് വെച്ചാൽ ഇപ്പൊ 17 വയസ്സാണ്. ഇപ്പൊ അടുത്ത മാസം ജൂൺ 2 ആകുമ്പോൾ എനിക്ക് 18 വയസ്സ് കംപ്ലീറ്റ് ആകും. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സോളോവൈനറിന്റെ ബ്രദർ ആണോ? എന്റെ ചാനലിൽ വരുന്ന ഏറ്റവും കൂടുതൽ കമന്റ് എന്ന് വെച്ചാൽ സോളോവൈനറിന്റെ ബ്രദർ ആണെന്നും പറഞ്ഞാൽ. ഇനി എല്ലാവർക്കും ഒന്ന് റിപ്ലൈ കൊടുത്ത് കമന്റ് കൂടെ പറയുന്നത് എന്നെ കൊണ്ട് വയ്യ. നിങ്ങളാണെന്നും കരുതിക്കും, അത്ര നല്ലത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. പിന്നെ ഒത്തിരി റിപ്പീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. റിപ്പീറ്റ് ആയിട്ടുള്ള എടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇനി നല്ല വീഡിയോ എന്തായാലും വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ചെക്ക് ചെയ്യുക. അപ്പൊ ഈ 5K സബ്സ്ക്രൈബേഴ്സ് വരെ എത്തിച്ചതിന് എല്ലാവർക്കും ഒന്നുകൂടെ ഞാൻ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം.